ആഗസ്റ്റ് 15 വന്ദേമാതരം പൂർണ്ണമായും ചൊല്ലാൻ ഉത്തരവിട്ട UDF സർക്കാരിനെ എതിരെ എടക്കരയിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം. എടക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ടൗണിൽ പ്രതിഷേധ പ്രകടനവും സംഗമവും നടത്തിയത്. പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി ഇന്ദിരാഗാന്ധി ബസ് ടെർമിനൽ പരിസരത്ത് സംഗമിച്ചു. നേതൃത്വത്തിൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സതീശൻ സർക്കാരിന്റെ നിയന്ത്രണമുള്ള ചീഫ് സെക്രട്ടറി കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒരു ഓർഡർ പുറപ്പെടുവിച്ചിട്ടുള്ളത് ഇത് യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. ഈ സത്യപ്രതിജ്ഞയുടെ ആരംഭത്തിൽ ഈ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് സംഭവിച്ചു. വന്ദേമാതരം ആലപിക്കുന്ന ഒരു വിവാദമുണ്ടായി. അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ പൂക്കി സതീശൻ പറഞ്ഞത് എന്താണ്? അന്ന് പറഞ്ഞത് ഞങ്ങളുടെ അറിവോടുകൂടെയല്ല, അത് ഈ കേരളത്തിനകത്ത് ഗവർണറുടെ നിയന്ത്രണത്തിൽ ഗവർണർ ഭവനിൽ നിന്ന് ലഭിച്ചതിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയുടെ ഈ ഓർഡറും സതീശൻ അറിഞ്ഞിട്ടില്ല എന്നാണോ കേരളം വിശ്വസിക്കേണ്ടത്? നിങ്ങൾ ഇവിടെ RSSന് വിടുപണി ചെയ്യുന്ന VD സവർക്കറെ ഉൾപ്പെടെ രാജ്യത്തിന്റെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തുരങ്കം വെക്കുന്ന, അതിന് ഒറ്റുകൊടുത്ത രാജ്യദ്രോഹിയായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പോസ്റ്റർ ഒട്ടിച്ച അനുഭവമില്ലാത്ത RSSകാരന്റെ പ്രതിനിധിയായ VD സവർക്കർ, ആ VD സവർക്കറെ സ്വാതന്ത്ര്യ സമര സേനാനിയായി പ്രഖ്യാപിച്ച് ഇപ്പൊ കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ ക്വിസ് മത്സരത്തിന്റെ പദാവലി, ഒരു ചോദ്യാവലിയും ഉത്തരവും കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധ സംഗമം ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് P. ഷബീർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ BJPയുടെ നയം നടപ്പിലാക്കാൻ പിറവികൊണ്ട സർക്കാരിനെ പോലെയാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ബ്ലോക്ക് പ്രസിഡന്റ് JM ഷബീബ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം A. അനസ്, ബ്ലോക്ക് ട്രഷറർ PK ഷഫീഖ്, MH ക്ലിഫി, ഷിഫ് ലുസ്ഖാൻ, K. താഹിർ, VY ജംഷീർ എന്നിവർ സംസാരിച്ചു.